അല്ല, നീ ഇന്നെന്താ വൈകിയേ? ഒന്നും പറയണ്ട മോളെ, എണീക്കാൻ വൈകി. നീയോ? ഞാനും അതന്നെ സംഭവം. നിനക്കറിയാലോ, എനിക്ക് ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസമേ ശരിയാവില്ല. വാ, മിസ്സിനോട് എന്തെങ്കിലും കള്ളം പറയാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? എൻ്റെ മോളെ, നമ്മുടെ കാര്യം ഞാൻ സമ്മതിച്ചിരിക്കണം. നമ്മളെപ്പോലെ ആർക്കെങ്കിലും ഉടായ്പ കാണിക്കാൻ പറ്റുമല്ലേ? പിന്നെ അല്ല, ഈ പഠിപ്പീസൊക്കെ ഇത് കണ്ട് പഠിക്കണം. ഇതുപോലെ ഉടായ്പ കാണിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതുപോലെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എക്സ്ക്യൂസ് പറയുന്ന, സ്വന്തമായി നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടും അങ്ങനെ ചെയ്യാതെ എല്ലാം മാറ്റി വയ്ക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എക്സ്ക്യൂസസിനെ കുറിച്ചാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഡെയിലി ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ നമ്മൾ പലതും മാറ്റി വയ്ക്കാറുണ്ടല്ലേ? സമയമുണ്ടല്ലോ. അഥവാ നമുക്കിനി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, നമ്മുടെ മടി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റെന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് ഒരു എക്സ്ക്യൂസായിട്ട് അങ്ങനെ പറയും അല്ലേ? ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വൈകിയാൽ ടീച്ചറോട് പറയും, അത് മാം എനിക്ക് അതിൻ്റെ ടോപ്പിക്ക് കിട്ടിയില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു, അത് മിസ്സേ എനിക്ക് എഴുതാൻ പറ്റിയില്ലായിരുന്നു, ഒരു കല്യാണം ഉണ്ടായിരുന്നു അല്ലേ? അങ്ങനെ എത്ര എത്ര എക്സ്ക്യൂസസാണ് നമ്മൾ പറയാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം കൃത്യമായിട്ട് അതേ സമയത്ത് തന്നെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഈ പ്രൊക്കാസ്റ്റിനേഷൻ, അതായത് നമ്മൾ ഈ മാറ്റി വയ്ക്കുന്നതാണ് എല്ലാത്തിനും പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച നമുക്ക് തിങ്കളാഴ്ച ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം, വെള്ളിയാഴ്ച വൈകുന്നേരം ഇപ്പം തന്നെ ബുക്ക് റിവ്യൂ എഴുതി തുടങ്ങാം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരാൾ, എക്സ്ക്യൂസ് മീ, പിന്നെ ശനി ഞായറൊക്കെ എന്തിനുള്ളതാ? ഞായറാഴ്ച രാത്രി ഇരുന്ന് എഴുതാം, അത്ര മതി, അല്ലാണ്ട് എന്തിനാ ഈ കഷ്ടപ്പെട്ട് നേരത്തെ ബുക്ക് റിവ്യൂ ഒക്കെ എഴുതി വയ്ക്കണത് എന്നുള്ള ചോദ്യം നമ്മളോട് തന്നെ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ടല്ലേ? അപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, എന്നാൽ പിന്നെ ഞായറാഴ്ച ആവട്ടെ, എന്തിനാ വെറുതെ നേരത്തെ എഴുതി വെച്ചിട്ട്. അങ്ങനെ ഞായറാഴ്ചയാവും, ചിലപ്പോൾ എഴുതാൻ പറ്റും, എഴുതാൻ പറ്റിയില്ലെങ്കിലോ നമ്മൾ ഓരോ എക്സ്ക്യൂസായിട്ട് ചെന്ന് പറയേണ്ടി വരും. പിന്നെയും നമ്മൾ അതിനായിട്ട് സമയം കളഞ്ഞ് മെനക്കെട്ടിരുന്ന് എഴുതേണ്ടി വരും. ശരിക്കും ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നേ. നമ്മൾ കൃത്യസമയത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീർത്താൽ ഈ എക്സ്ക്യൂസസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. കൃത്യസമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അതുകൊണ്ടുള്ളൊരു മറ്റൊരു ഗുണം എന്താണെന്നറിയോ? നമുക്ക് എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറാൻ പറ്റും. നിങ്ങൾക്കറിയോ, എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, മീനാക്ഷി. അവൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിരുന്നു കേട്ടോ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ കൃത്യമായിട്ട് തന്നെ ചെയ്തു തീർക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമായിരുന്നു, മീനാക്ഷി നല്ലോണം പഠിക്കണ കുട്ടിയൊന്നല്ല, പക്ഷെ അവൾ കൃത്യമായിട്ട് എല്ലാ കാര്യവും ചെയ്യും, സിസ്റ്റമാറ്റിക് ആണ്. എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ അവൾ അപ്പം തന്നെ ചോദിക്കും, നോട്ട്സ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേണം നമ്മൾ, അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടതെന്ന്. ശരിക്കും അത്തരത്തിൽ അങ്ങനെയെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിച്ചാലുണ്ടല്ലോ, അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന സമയത്ത്, ഇപ്പോൾ പലരുടെയും ഇഷ്ടമല്ലാത്ത ഒരാളായിട്ട് മാറാനായിട്ട് നമുക്ക് അതൊരു കാരണമാവാറുണ്ട്. കാരണം ഇപ്പോൾ നമ്മളോട് ഒരാൾ വന്നിട്ട്, നമ്മൾ ആ വ്യക്തിയെ സമീപിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരിനെ സമീപിക്കുന്ന സമയത്ത് അവളെപ്പോഴും നമ്മളോട്, അയ്യോ എൻ്റെ അടുത്ത് അതില്ലല്ലോ, എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ആ സമയത്ത് വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവളോട് എന്തെങ്കിലും ചോദിക്കാൻ തോന്നുമോ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചിന്തിക്കുക, അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്ക് ഏത് സമയം നോക്കിയാൽ എക്സ്ക്യൂസ് പറയാനേ നേരം ഉണ്ടാവുള്ളൂ, വെറുതെ നമ്മുടെ വായിലെ വെള്ളം വറ്റിക്കാന്നല്ലാണ്ട് വെറുതെ എന്തിനാ അവളോട് ചോദിച്ച് കഷ്ടപ്പെടുന്നത് എന്നായിരിക്കില്ലേ നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെയായിരിക്കും ഓരോരുത്തരും. ഇപ്പോൾ നമ്മൾ ഒരാളോട് എക്സ്ക്യൂസ് പറയുമ്പോൾ അവരും ചിന്തിക്കുന്നത് നമ്മളെപ്പോലെ തന്നെയായിരിക്കും. അവർക്കും ഇതുപോലെ തന്നെ, അവരും നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരാണ്, അവരും നമ്മളെപ്പോലെ തന്നെ ആവശ്യങ്ങളും തിരക്കുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് അവരോട്, അയ്യോ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ നൽകാതിരിക്കുക എന്നുള്ളത്. കാരണം നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറപ്പുള്ള കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമെന്നൊരു ഏകദേശ ധാരണയെങ്കിലും വേണം. അല്ലാന്നുണ്ടെങ്കിൽ അവൾ ഇപ്പം ചെയ്യും എന്നൊക്കെ പറയും, പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ആൾ കാലം മാറും എന്നൊരു ധാരണ നമ്മളെക്കുറിച്ച് വരാനായിട്ട് അത് കാരണമാവും. എനിക്ക് പലപ്പോഴും അറിയാതെ അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞതുപോലെ ഞാൻ വിചാരിക്കും എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും, പക്ഷേ ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് എൻ്റെ മാക്സിമം ശ്രമിക്കും എന്ന് മാത്രം പറയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്തു നിന്നൊരു ഫോൾട്ടായിട്ട് മാറും. ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാനായിട്ട് ശ്രമിക്കുക.
എന്തായാലും എക്സ്ക്യൂസസ് ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു അച്ചടക്കം വരുന്നതിന്, നമ്മുടെ ചെയ്യാനുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നതിലൂടെ സമയം വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതിന് ഈ എക്സ്ക്യൂസസും പ്രൊക്കാസ്റ്റിനേഷനും ഒക്കെ ഒഴിവാക്കുന്നതിലൂടെ സാധിക്കും കേട്ടോ. അത്തരത്തിൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ഒരു കാര്യം കൃത്യമായ സമയത്ത് ചെയ്തുകൊണ്ട് കൃത്യസമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കാനും ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. കാരണം ഈ എക്സ്ക്യൂസസ് നമുക്ക് ഒഴിവാക്കാം, അതിലൂടെ ജീവിത വിജയം നമുക്ക് കരസ്ഥമാക്കാം. മറ്റുള്ളവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഒരാളാവാം. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമല്ലേ അത്, മറ്റുള്ളവർ നമ്മളെ എല്ലാവരെയും ഇഷ്ടപ്പെടണം എന്നുള്ളത്. അത്തരത്തിൽ മറ്റുള്ളവരുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് ഈ എക്സ്ക്യൂസസ് ഒഴിവാക്കുന്നതിലൂടെ സാധിക്കും. അതിന് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്കും നിങ്ങളെപ്പോലെ തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക്